തമാശ പോലെയല്ല കാര്യങ്ങൾ. ഓരോ മണി അരിക്കും വലിയ വിലയാണ്. അരിവില വർധനവ് കാറ്ററിംഗ് മേഖലയും ബാധിച്ചു കഴിഞ്ഞു. വാശേട്ടാ, സദ്യയൊക്കെ റെഡിയാക്കി വരുന്നു. ആണോ? ഇന്നെവിടെ പരിപാടി? ഇന്ന് തളാപ്പിലാണ്. എത്ര പേർ പരിപാടി ഉണ്ട്? ഒരു 100-100 പേരുടെ സദ്യയായിട്ട് തന്നെ വരുന്നത്. ഈ അരിവിലൊക്കെ കൂടി നിങ്ങളെ വല്ലാണ്ട് ബാധിച്ചോ? അരിവില കൂടി ബാധിച്ചോളോ? എല്ലാ സാധനത്തിനും വില തന്നെ കൂടിയിട്ടുണ്ട്. പച്ചക്കറി, മറ്റുള്ള പല വ്യഞ്ജനങ്ങളെല്ലാം കൂടി. പിന്നെ അതിൻ്റെ കൂടെ അരിയും കൂടി നല്ലോണം വില കൂടിയിട്ടുണ്ട് ഇപ്പോൾ. അതായത് 16-18 റുപ്യോളം ഇപ്പം ജസ്റ്റ് ഒരു 6 മാസത്തിനുള്ളിൽ കൂടിയിട്ടുണ്ട്. ഞാൻ സദ്യക്ക് ഉപയോഗിക്കുന്നത് ഒന്ന് കാമധേനുവിൻ്റെ കുറുവേരി, അതിന് നല്ലോണം വില കയറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 5 സ്റ്റാർ പൊന്നി. കാമധേനുവിനും പൊന്നിക്കൊക്കെ എത്ര വില വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ? പൊന്നിയും കാമധേനുവും തമ്മിൽ 10 രൂപയോളം വ്യത്യാസം വരും. നേരത്തെ എത്രയായിരുന്നു? നേരത്തെ 34 രൂപയുള്ള കാമധേനുവാണ്. അതിപ്പോൾ ഏതാണ്ട് 46-45 ആ റേഞ്ചിലെത്തി. അതുപോലെ പൊന്നി 54 റുപ്യായി, 40 റുപ്യുള്ള പൊന്നിയായിരിക്കും. പിന്നെ ഇപ്പോൾ ഗ്യാസ് മാത്രം കുറച്ചൊന്ന് നോർമലായിട്ട് നിൽക്കുന്നുണ്ട്. അതിപ്പം ഇലക്ഷൻ കഴിയുമ്പോൾ ചിലപ്പം അത് അങ്ങ് കൂടും. ഇങ്ങനെയല്ലേ ഓരോ നമുക്ക് വില കൂടുതൽ സദ്യയുടെ അളവ് കുറയ്ക്കാൻ പറ്റില്ലല്ലോ. ഇല്ല അത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും എത്തിയിട്ടില്ലെങ്കിൽ അതിനുള്ളത് ആള് കയറി പിടിക്കുക. അരിവില ഇങ്ങനെ കുതിച്ച് ഉയരുമ്പേ ശരിക്കും ഇനിയും വില കൂടി നമ്മൾ എന്ത് ചെയ്യും? പൈസയുള്ളവർക്ക് നല്ല സുഖമായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കും. ഇല്ലാത്തവനും ഇങ്ങനെ വായും നോക്കി. അപ്പോൾ ഇലയിൽ വിവിധതരം കറികളൊക്കെ കൂട്ടി സദ്യ കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വില വർധനവ് അത് കാറ്ററിംഗ് മേഖലയും സാധാരണ ബാധിച്ചു കഴിഞ്ഞു. ഇനിയും വില വർദ്ധിച്ചാൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഈ മേഖല തന്നെ. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.